സ്റ്റാലിൻ പട്ടാഭിഷേകത്തിനുള്ള ഡേറ്റ് കുറിച്ചു കഴിഞ്ഞു. അതേസമയം വിജയുടെ പാർട്ടി വരുന്നു. അണ്ണാമലൈ ശക്തമായി മുന്നോട്ട് വന്ന അണ്ണാമലൈ ഇപ്പോൾ കാണുന്നില്ല. അണ്ണാമലയ്ക്ക് പ്രത്യേകിച്ച് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അദ്ദേഹം പണമുണ്ടാക്കാൻ രാഷ്ട്രീയത്തിൽ വന്നവനല്ല. അണ്ണാമല ഇപ്പോൾ പുറകോട്ട് നിൽക്കുന്നത് ഒരു കുതിച്ചുചാട്ടത്തിന് വേണ്ടി തന്നെയാണ്. അഴിമതി ഇല്ലാത്ത അണ്ണാമല അപകടകാരിയാണെന്ന് അവർക്കറിയാം. അതാണ് അതിൻ്റെ പ്രശ്നം. അണ്ണാമലയെ മാറ്റണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉദയനിധി സ്റ്റാലിൻ, വിജയ്, അണ്ണാമല മൂന്ന് ധ്രുവങ്ങളായിട്ട് ഇലക്ഷനെ നേരിടും. ഒരു ബ്രോയിലർ ചിക്കനെ പോലെ വളർന്ന ആളാണ് ഉദയനിധി സ്റ്റാലിന്. അയാളെ കൊണ്ടൊന്നും തമിഴ്നാട് കൊണ്ടുപോകാനൊക്കില്ല. ദെൻ BJP വേഴ്സസ് വിജയ്, ഈ ഒരു പുതിയ ഫോർമുല വരുമെന്നാണ് താങ്കൾ പറയുന്നത്. വിജയെ സംബന്ധിച്ചിടത്തോളം വളരെ പോപ്പുലറായ ഒരു ആക്ടറാണ് അദ്ദേഹം. ഭംഗിയായിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ വിജയ്ക്കറിയാം. പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയമാണ് അവിടെ വേര് പിടിക്കാനുള്ള ഒരു വഴി തെളിച്ചത്. നമസ്കാരം, ഇൻ്റർവ്യൂവിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം അതിഥിയായി ചേരുന്നു ശ്രീ കോന്നി ഗോപകുമാർ. വെൽക്കം സർ, വെൽക്കം ടു ഇൻ്റർവ്യൂ. താങ്കൾ ഒരു രാഷ്ട്രീയ നിരീക്ഷകനായിട്ടാണ് ഈ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും കാണുന്നതും വിലയിരുത്തുന്നതും. അധ്യാപകനാണ്, എന്നിരുന്നാൽ പോലും രാഷ്ട്രീയ നിരീക്ഷകൻ എന്നുള്ള നിലയ്ക്കാണ് താങ്കൾ എപ്പോഴും മറുനാടൻ്റെ പ്ലാറ്റ്ഫോമിൽ വന്നിട്ടുള്ളത്. വന്നപ്പോഴൊക്കെ നമ്മൾ സംസാരിച്ചിട്ടുള്ള കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും ഇന്ത്യൻ രാഷ്ട്രീയത്തെക്കുറിച്ചൊക്കെയാണ് സ്പെസിഫിക് ആയിട്ട് സംസാരിച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഒരിക്കൽ പോലും തമിഴക രാഷ്ട്രീയത്തെക്കുറിച്ച് ഫോക്കസ് ചെയ്ത് അങ്ങനെ സംസാരിച്ചിട്ടില്ല. കാരണം തമിഴ്നാട്ടിൽ നമുക്ക് മാറ്റി നിർത്താൻ പറ്റില്ലല്ലോ, നമ്മുടെ തൊട്ടായാൽ സംസ്ഥാനമാണ്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാനായിട്ട് സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ കുതുകികൾക്കെല്ലാം ഒരു താല്പര്യം ഉണ്ടാവും. ഇപ്പോൾ തമിഴ്നാട്ടിലൊരു പുതിയൊരു യുഗപ്പിറവി എന്നൊക്കെ വിശേഷിപ്പിച്ച ഒരു നേതാവാണ് ശ്രീ അണ്ണാമലൈ, BJPയുടെ സംസ്ഥാന പ്രസിഡൻ്റായ മുൻ IPS ഓഫീസർ. അദ്ദേഹത്തെ ഇപ്പോൾ കാണുന്നില്ല. അണ്ണാമലൈ ഇപ്പോൾ എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഒന്ന് രണ്ട് കമൻറ്റുകളോ ട്രോളുകളോ ഇതൊക്കെ കാണുന്നുണ്ട്. താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. എന്താ താങ്കൾക്ക് അതിനെക്കുറിച്ചുള്ളൊരു അഭിപ്രായം? നമ്മുടെ തമിഴ്നാട് രാഷ്ട്രീയത്തിനെ മാത്രമായിട്ട് വേറിട്ട് കാണാൻ പാടില്ലെന്ന് എൻ്റെ അഭിപ്രായം. സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിനെ അങ്ങനെയാണ് കാണേണ്ടത്. പ്രത്യേകിച്ച് ഈ കട്ടിംഗ് സൗത്ത് എന്നൊക്കെ പറഞ്ഞ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്താൻ ആളുകൾ ഇറങ്ങി തിരിച്ച സാഹചര്യത്തിൽ അങ്ങനെ തന്നെ കാണുകയും വേണം. അപ്പോൾ കർണാടകത്തിലേക്ക് പോയാൽ അവിടെ ലിംഗായത്തുകളും വോക്കലിംഗായും തമ്മിലൊരു ഇക്വേഷൻ അവിടുത്തെ ഒരു രാഷ്ട്രീയം. കേരളത്തിലേക്ക് പോയാൽ അത് UDF LDF, അത് പൊളിറ്റിക്കലാണ്. തമിഴ്നാട്ടിലേക്ക് പോയാൽ ഒരു ദ്രാവിഡ രാഷ്ട്രീയമാണ് അവിടെ ഉള്ളത്, സിനിമ രാഷ്ട്രീയം. ആന്ധ്രയിലേക്ക് പോയാൽ കൂടുതൽ ഭാഷയാണ്. വല്ലാത്ത ഭാഷാഭ്രാന്തന്മാരാണ്. ഭാഷാടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യം വിഭജിക്കണം, സംസ്ഥാനങ്ങൾ ഉണ്ടാകണമെന്ന് പറഞ്ഞ് പോറ്റി ശ്രീരാമലു എന്ന് പറഞ്ഞ ആൾ പട്ടിണി കിടന്നു പോയി. അദ്ദേഹം നിരാഹാരം കിടന്നു, ആഹാരം കൊടുക്കാൻ സമ്മതിച്ചില്ല, അങ്ങനെ മരിച്ചുപോയി. പുള്ളിക്ക് എണീറ്റ് പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നാ പറയുന്നത്. എന്തായാലും എല്ലാവരും കൂടി ഇരുന്നിരുന്ന പുള്ളി അവസാനം മരിച്ചുപോയി. അങ്ങനെയാണ് അവസാനം ഭാഷാടിസ്ഥാനത്തിൽ ഇന്ത്യയെ വിഭജിക്കേണ്ടി വന്നത്. അപ്പം ഞാൻ പറഞ്ഞത്, ഈ സൗത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിന് ഈ സ്റ്റേറ്റുകൾക്കൊക്കെ അതിൻ്റേതായ ചില പ്രത്യേകതകളുണ്ട്. ഈ 4 സ്റ്റേറ്റുകൾക്കും. അതിൽ തമിഴ്നാടിനെ വേറിട്ട് നിർത്തുന്ന ഒരു കാര്യം, തമിഴ്നാട്ടിൽ നമ്മൾ ഈ സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റിൽ എല്ലാവരും ദ്രാവിഡരാണ്. തമിഴ്നാടിന് പ്രത്യേകിച്ച് ഒരു ദ്രാവിഡത്വമൊന്നുമില്ല. പക്ഷേ ദ്രാവിഡ രാഷ്ട്രീയമാണ് അവിടെ വേര് പിടിക്കാനുള്ള ഒരു വഴി തെളിച്ചത്. തമിഴ്നാടും കേരളവുമായിട്ടുള്ള സാദൃശ്യം, തമിഴ്നാട്ടിൽ DMK അധികാരത്തിൽ വരുമ്പോഴൊക്കെ കേരളത്തിൽ ഇടതുപക്ഷം അധികാരത്തിൽ വന്നിട്ടുള്ളത് ഇതുവരെയുള്ള ചരിത്രത്തിൽ. അവിടെ ADMK വരുമ്പം ഇവിടെ UDFും വരാറുണ്ടായിരുന്നു. പലപ്പോഴും ഈ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പം ഞാൻ കണ്ടിട്ടുള്ള ഒരു പൊതു ട്രെൻഡ് ഞാൻ അങ്ങനെ കണ്ടിട്ടുള്ള, ഇതുമായിട്ട് ബന്ധമൊന്നുമില്ല, പക്ഷേ അങ്ങനെ വന്നിട്ടുണ്ടെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയത്തിലൊരു വലിയ പ്രത്യേകത, തമിഴ്നാടിൻ്റെ രാഷ്ട്രീയത്തെ യഥാർത്ഥ രാഷ്ട്രീയമാക്കി മാറ്റിയത് നമ്മുടെ അണ്ണാമലയാണ്. BJPയുടെ ഒരു ഉദയത്തോട് പോയി. അപ്പോൾ അതിനകത്ത് അണ്ണാമല ഞാൻ പ്രതീക്ഷയോടെ കൂടി കാണുന്ന ഒരു രാഷ്ട്രീയ നേതാവ്. അതിന് ആദ്യത്തെ കാരണം, അണ്ണാമല വളരെ എഡ്യൂക്കേറ്റഡ് ആണ്. IPSകാരനായിരുന്നല്ലോ. വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു ജോലി വേണ്ട എന്ന് വെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് വന്ന ആളാണ്. ആദ്യം കൃഷിപ്പണിയിലേക്ക് പോയി, അവിടെ നിന്ന് രാഷ്ട്രീയത്തിലേക്ക്. അപ്പം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിത്വമുള്ള ഒരാളാണ് അണ്ണാമല. അല്ലാതെ രാവിലെ എണീറ്റ് നാട് നന്നാക്കാൻ ഇറങ്ങി ഒരു ഡയറിയും കക്ഷത്തി വെച്ചുകൊണ്ട് നാട് നന്നാക്കാൻ ഇറങ്ങി മുഖ്യമന്ത്രിയാവാൻ വന്നവനല്ല. അധ്വാനിച്ച് ജീവിച്ച് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. സ്വന്തം വ്യക്തിത്വം നിലനിർത്തണമെന്ന് ആഗ്രഹിച്ച ആൾ തന്നെയാണ് അണ്ണാമല. അപ്പോൾ അണ്ണാമലയുടെ ഒരു പ്രത്യേകത, അവിടെയാണ് അണ്ണാമലയെ നമ്മൾ പ്രത്യേകിച്ച് കാണുന്നത്. പക്ഷേ തമിഴ്നാട് രാഷ്ട്രീയത്തിലെ അന്വേഷിച്ച് ചോദിച്ചതുപോലെ, തമിഴ്നാട് രാഷ്ട്രീയത്തിലെ ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ തട്ടകം തമിഴ്നാടായിരുന്നു. കാമരാജൻ നാടർ തമിഴ്നാട് കണ്ടിട്ടുള്ള ഇന്ത്യ കണ്ടിട്ടുള്ള ഏറ്റവും നല്ല മുഖ്യമന്ത്രിമാരുള്ളതായിരുന്നു. വളരെ പ്രാഥമിക വിദ്യാഭ്യാസമുള്ളൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം മന്ത്രിയായിട്ടിരിക്കുമ്പോൾ അമ്മ പാടത്ത് പണിയാൻ പോകുമായിരുന്നു. അതാണ് കാമരാജൻ നാടാർ.
ഈ കാമരാജ നാടാർ അദ്ദേഹം കിങ് മേക്കറായിരുന്നു. ഇന്ദിരാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കിയത് കാമരാജ നാടാറാണ്. പിന്നെ അദ്ദേഹത്തിന് പുറത്തു പോകേണ്ടി വന്നു, ഇന്ദിരാഗാന്ധി പുറത്ത് കളഞ്ഞു. അത് വേറെ ചരിത്രത്തിലെ വേറൊരു വശമാണ്. അപ്പോൾ കാമരാജ നാടാറിൻ്റെ നിയന്ത്രണത്തിൽ ഇങ്ങനെ ഫ്ലാറിഷ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്റ്റേറ്റാണ് തമിഴ്നാട്. കാമരാജ നാടാർ, സി രാജഗോപാലാചാരി, ഇങ്ങനെ ഇവരുടെ എല്ലാം ഒരു സ്റ്റേറ്റാണ് തമിഴ്നാടെന്ന് പറയുന്നത്. ആ തമിഴ്നാട്ടിലേക്ക് ദ്രവിഡിയൻ പൊളിറ്റിക്സ് കൊണ്ടുവന്നത് അണ്ണാദുരൈയാണ്. കാരണം അതിനകത്ത് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വല്ലാത്തൊരു ബ്രാഹ്മണിക്കൽ സൂപ്പർമസി ഉണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത് എത്ര സത്യമാണെന്ന് എനിക്കറിഞ്ഞില്ല, കഥയാണോ സത്യമാണോ എന്നും എനിക്കറിഞ്ഞൂടാ. രാജഗോപാലാചാര്യരുടെ വീട്ടിലേക്ക് പിന്നെ ആര്യവംശജനായ ബ്രാഹ്മണനാണ് രാജഗോപാലാചാരി. അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എന്തോ ഒരു ചർച്ചയ്ക്കായിട്ട് ചെന്ന അണ്ണാദുരയെ വീടിനകത്ത് കയറ്റി ഇരുത്താതെ വരാന്തയിൽ ഇരുത്തി സംസാരിച്ചു. അവിടെ ഇരിക്കാൻ പറഞ്ഞു. അണ്ണാദുരയുടെ അഭിമാനത്തിന് വല്ലാതെ മുറിവേറ്റു. തിരിച്ചു വന്നാണ് ഒരു ദ്രാവിഡ രാഷ്ട്രീയം ഉണ്ടാകുന്നതും ഈ പ്രസ്ഥാന രൂപം കൊടുക്കുന്നത്. ഒരു ദ്രവിഡിയൻ പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. ഒരു ആൻറ്റി ബ്രാഹ്മൺ മൂവ്മെൻ്റ് ആയിട്ടാണ് സത്യത്തിനത് അവിടെ തുടങ്ങുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് 2 പേരെ കിട്ടി. ഒന്ന് MG രാമചന്ദ്രൻ എന്ന സിനിമാ താരവും, മറ്റൊന്ന് കരുണാനിധി എന്ന കഥാകൃത്തും. അപ്പോൾ ഇവർ 2 പേരെയും അപ്പുറവും ഇടത്തും വലത്തും നിർത്തി അണ്ണാദുര കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ പ്ലാൻ തമിഴ്നാട്ടിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണ്. കാമരാജ നാടാർ അടക്കി വാണ സംസ്ഥാനം അവസാനം അണ്ണാദുരയുടെ കൈവെള്ളയിലേക്ക് വരികയാണ്. അണ്ണാദുര മുഖ്യമന്ത്രിയാകുന്നു. അതാണ് തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വരുന്നൊരു മാറ്റം. അണ്ണാദുരയുടെ കാലം തൊട്ട് തമിഴ്നാട് ദ്രവിഡിയൻ പൊളിറ്റിക്സിലേക്ക് പോയി. കാമരാജ നാടാരുടെ സമയത്തൊന്നും ദ്രവിഡിയൻ പൊളിറ്റിക്സ് അല്ല, അണ്ണാദുരയാണ് ദ്രവിഡിയൻ പൊളിറ്റിക്സിന് തുടക്കം കുറിക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് DMK ഭരിച്ചു. അണ്ണാദുര മരിച്ചു കഴിഞ്ഞപ്പോൾ കരുണാനിധി നമുക്കൊക്കെ അറിയാവുന്ന പോലെ വലിയ അഴിമതിക്കാരനാണ്. അപ്പോൾ കരുണാനിധി കൃത്യമായി ഹിഡൻ അജണ്ടയുണ്ട്. അപ്പോൾ കരുണാനിധി അധികാരത്തിലെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം ശ്രമിച്ചത് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് ഏറ്റവും അടുത്ത സുഹൃത്തായ MG രാമചന്ദ്രനെ തകർക്കുക എന്നുള്ളതാണ്. കാരണം MG രാമചന്ദ്രന് സിനിമാ രംഗത്തുള്ള പോപ്പുലാരിറ്റി, MG രാമചന്ദ്രൻ്റെ MGR രസികർ മണ്ഡലം ഫാൻസ് അസോസിയേഷൻ, അതിന് വലിയൊരു നെറ്റ്വർക്കുണ്ട്. പിന്നെ MG രാമചന്ദ്രൻ വലിയ മനുഷ്യസ്നേഹിയായിരുന്നു. അദ്ദേഹം ഈ മഴ സമയത്ത് തമിഴ്നാട്ടിലെ റിക്ഷക്കാർക്ക്, അന്ന് സൈക്കിൾ റിക്ഷയാണ്, എല്ലാവർക്കും റെയിൻ കോട്ട് കൊടുക്കും. അദ്ദേഹത്തിനെ സഹായത്തിന് അഭ്യർത്ഥിക്കുന്ന ആര് ചെന്നാലും വരെ കൈ അയച്ച് സഹായിക്കുക. അതാണ് MGRൻ്റെ പ്രത്യേകത. മക്കളൊന്നുമില്ല. ഇപ്പോൾ MGRനെ സംബന്ധിച്ചിടത്തോളം MGR തമിഴിൻ്റെ ഒരു വികാരമായിട്ട് മാറി. പിന്നെ MG രാമചന്ദ്രൻ സിനിമകളൊക്കെ സ്ത്രീകളുടെ ആത്മാഭിമാനം ഉയർത്തിപ്പിടിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില MG രാമചന്ദ്രൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വന്ന MG രാമചന്ദ്രൻ്റെ ഇമേജ് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അപ്പോൾ അന്നത്തെ കാലത്ത് തമിഴ്നാട് ഗ്രാമങ്ങളിൽ തിയേറ്ററില്ലാത്ത ഗ്രാമങ്ങളില്ല. MG രാമചന്ദ്രൻ്റെ സിനിമ വന്നാൽ ഫസ്റ്റ് ഷോയിൽ കയറുന്ന ആളുകൾ അവിടെ തന്നെ ഇരിക്കും, സെക്കൻഡ് ഷോയിൽ അവിടെ ഇരിക്കും, ടിക്കറ്റ് കാശ് എടുത്തോളാം. അവർ വെളിയിലിറങ്ങുന്ന ആളുകൾ വേറെ കയറിയിരിക്കും, ടിക്കറ്റ് കിട്ടത്തില്ല. അപ്പം അത്ര സിനിമ ഭ്രാന്ത് പിടിച്ച ഒരു ജനസമൂഹമായിരുന്നു. അവിടെയാണ് അവർ തുടങ്ങുന്നത്. അപ്പോൾ MG രാമചന്ദ്രനെ തകർക്കാൻ കരുണാനിധി നടത്തിയ ശ്രമമാണ് AIDMK എന്ന് പറയുന്നൊരു പാർട്ടിക്ക് രൂപം കൊടുത്തത്. MG രാമചന്ദ്രനെ തകർക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചത് MG രാമചന്ദ്രൻ മലയാളിയാണെന്ന് പറഞ്ഞൊരു പ്രചരണമാണ്. മലയാളിത്താൻ എന്നൊക്കെ പറഞ്ഞ് MG രാമചന്ദ്രനെ അവമാനിക്കാൻ ശ്രമിച്ചു. കരുണാനിധിയുടെ കാൽക്കുലേഷൻ തെറ്റിപ്പോയി. കാരണം MG രാമചന്ദ്രൻ എത്രമാത്രം ജനസ്വാധീനം ഉണ്ടെന്ന് കരുണാനിധി അപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ AIDMK ആയി കഴിഞ്ഞപ്പോൾ കരുണാനിധി അടിച്ച് പുറത്ത് കളഞ്ഞിട്ട് MG രാമചന്ദ്രൻ മുഖ്യമന്ത്രിയായി എന്ന് മാത്രമല്ല മരിക്കുന്നിടം വരെ MG രാമചന്ദ്രൻ മുഖ്യമന്ത്രിയായിരുന്നു. കരുണാനിധിക്ക് അധികാര സ്വപ്നം പോലും കാണാനൊക്കാത്ത വിധത്തിൽ MG രാമചന്ദ്രൻ ആധിപത്യം സ്ഥാപിച്ചു. അവിടാണ് തമിഴ്നാട് പൊളിറ്റിക്സ് നിൽക്കുന്നത്. അപ്പോൾ അവസാനം കരുണാനിധിയുടെ പിൻഗാമി സ്റ്റാലിൻ അധികാരത്തിൽ വരികയാണ്. സ്റ്റാലിൻ പക്ഷേ പെട്ടെന്ന് വന്ന ആളല്ല. സ്റ്റാലിനെ ആദ്യം കരുണാനിധി കൊണ്ടുവന്നത് യുവജന വിഭാഗത്തിൻ്റെ നേതാവായി, പിന്നെ ചെന്നൈ മേയറായി, അതിനുശേഷമാണ് മന്ത്രിയായത്, MLA ഒക്കെ ആയിരുന്നു. അപ്പോൾ സ്റ്റാലിൻ വന്നു. സ്റ്റാലിൻ നേരിടുന്ന 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റാലിൻ്റെ അനാരോഗ്യമെന്നാണ് ഞാൻ കേൾക്കുന്നത്. അദ്ദേഹത്തിന് അസുഖങ്ങളുണ്ട്, അനാരോഗ്യവാനാണ് എന്നാണ് കേൾക്കുന്നത്. ശരിയാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അദ്ദേഹം ഇപ്പോൾ വീണ്ടും അമേരിക്കയ്ക്ക് പോകുന്നു. രണ്ടാമത്തെ കാര്യം, ഈ സ്റ്റാലിനെ സംബന്ധിച്ചിടത്തോളം ആ സ്റ്റാലിൻ്റെ കരുണാനിധിയുടെ കുടുംബം തന്നെ വളരെ കറപ്റ്റാണ്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ഇവരെ ട്രാപ്പ് ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും. കാരണം 2G സ്പെക്ട്രം നമുക്കറിയാമല്ലോ. കനിമൊഴിയും രാജയും മോഷ്ടിച്ചുകൊണ്ട് പോയ പണം എത്രയാണെന്ന്, എത്ര പൂജ്യം വിടണമെന്ന് ചോദിച്ചു സുപ്രീം കോടതി ഞെട്ടിയത് കാര്യമുണ്ട്. പിന്നെ കേസിൽ നിന്ന് ഊരിപ്പോയ വേറെ ചരിത്രമാണ്, അത് അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ അവിടെ വരുമ്പോഴുള്ളൊരു പ്രശ്നം വെച്ചാൽ വളരെ കറപ്റ്റാണ്. കറപ്റ്റായ ഒരു മുഖ്യമന്ത്രി, ഒരു ഭരണ സംവിധാനം എപ്പോഴും കേന്ദ്രത്തിൻ്റെയോ അല്ലെങ്കിൽ മറ്റൊരു മുകളിലുള്ള ഒരു ഫോഴ്സിനും വഴങ്ങിക്കൊടുക്കാൻ
ബാധ്യസ്ഥരുണ്ട്. അപ്പോൾ കാരണം സ്റ്റാലിന് കേന്ദ്രത്തിനെതിരെ യുദ്ധം ചെയ്യാനുള്ള പരിമിതിയാണ് ഞാൻ പറഞ്ഞത്. എം ജി രാമേന്ദ്രൻ്റെ ഭരണകൂടത്തെ പിരിച്ചുവിട്ട് വീണ്ടും എം ജി രാമേന്ദ്രൻ അധികാരത്തിൽ വന്നു, ഇന്ദിരാഗാന്ധിയുടെ സമയത്തൊക്കെ തന്നെ. അപ്പോൾ എം ജി രാമേന്ദ്രനുള്ളൊരു സ്വാധീനമല്ല സ്റ്റാലിനുള്ള. അപ്പോൾ അവിടാണ് അങ്ങനെ ശക്തമായ ഒരു ദ്രാവിഡ രാഷ്ട്രീയം, അതായത് DMK ഒരു ഭാഗത്തും ADMK മറുഭാഗത്തുമായിട്ട് നിന്നു. പിന്നെ ADMKയിലെ വാഴപ്പാടി വന്നു, ഇടപ്പാടി രാമമൂർത്തി വന്നു, പിന്നെ OP പനീർശെൽവം വന്നു. അവർ തമ്മിലുള്ള, അപ്പോൾ ജയലളിത മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പ്രശ്നമായി. എം ജി രാമേന്ദ്രൻ്റെ സമയത്തുള്ള ഏറ്റവും വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, എം ജി രാമചന്ദ്രൻ്റെ ഇതേക്കനിയാണ് ജയലളിത. തമിഴന് ഇതേക്കനിയാണ് ഇഷ്ടപ്പെട്ടത്. എം ജി രാമചന്ദ്രൻ്റെ ഭാര്യ ജാനകിയാണ്. ജാനകി അവർ മൈൻഡ് ചെയ്യുന്നില്ല, അവർക്ക് ഇതേക്കന്യ മതി. കാരണം എം ജി രാമചന്ദ്രന് ഇതേക്കനിയാണ് ഇഷ്ടം, അതുകൊണ്ട് തമിഴന് ഇതേക്കനിയാണ് ഇഷ്ടം. അല്ലേ, ഒരു തമാശക്ക് ചോദിക്കുകയാണ്, ഇപ്പോൾ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇതേക്കനിക്ക് ഇവിടെ സ്പേസ് കിട്ടും? കേരളത്തിൽ ഇതേക്കനിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ഇതേക്കനിയും പോയി, ഇതേക്കനിയെ കൊണ്ടുവന്നവനും പോയി, അവൻ്റെ ഇടപാട് പിന്നെ തീർന്നു. ഇവിടെ അത് ഒന്നും നടക്കുകയില്ല. കേരളം വ്യത്യസ്തമായ, അതല്ലേ നമ്മുടെ ഒരു പ്രത്യേകത തന്നെ അതാണല്ലോ. ഇതേക്കനിക്കൊന്നും ഇവിടെ പിടിക്കാൻ പറ്റും, ഇവിടെ സ്പേസ് ഇല്ല. ഇതേക്കനി ഉണ്ടെങ്കിൽ പോലും പറയത്തില്ല. ഇതേക്കനി ഉണ്ടെങ്കിൽ വെളിയിൽ അറിയാതിരിക്കുന്നതാണ് കേരളത്തിൽ. എല്ലാവർക്കും ഇതേക്കനി ഉണ്ട്. അപ്പം ഇതാണ് ഇവിടുത്തെ സ്ഥിതി. അപ്പോൾ അവിടെ ആ ഒരു സ്പേസിലേക്ക് DMK ADMKയുമായിട്ട് പോളറൈസ് ചെയ്ത് നിൽക്കുന്ന തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തിലേക്കാണ് അണ്ണാമല വരുന്നത്. അണ്ണാമല വന്ന് ആദ്യം ചെയ്തത് എൻ മണ്ണ് എൻ നാട്, അല്ലെ എൻ നാട് എൻ മണ്ണ്, അങ്ങനെ ഒരു മുദ്രാവാക്യമായിട്ട് ഈ മനുഷ്യനെ തമിഴ്നാട്ടിലൂടെ പദയാത്ര ആരംഭിക്കുകയാണ്. ഇത് പദയാത്ര വളരെ ചുരുക്കം ആളുകളുമായിട്ടാണ് ആരംഭിക്കുന്നത്. കുറേ കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സ്നോ ബോളിങ് പോലെ പദയാത്രയിൽ എണ്ണം കൂടി, ആളുകൾ കൂടി, കവറേജ് വന്നു. അണ്ണാമലയ്ക്ക് യാതൊരു പ്രാധാന്യവും തമിഴ് മീഡിയം കൊടുക്കുന്നില്ല. കാരണം തമിഴ് മീഡിയം ഒന്ന് ഹിന്ദു പത്രമാണ്, ഉത്തരേന്ത്യൻ പാർട്ടിയാണ്. BJPയെ തന്നെ ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയായിട്ട് അവർ മാറ്റി നിർത്തുന്നു. അത് മാത്രമല്ല, തമിഴ്നാട്ടിൽ ഏറ്റവും സ്വാധീനമുള്ള പത്രങ്ങളിൽ ഒന്ന് ഹിന്ദുവാണ്. ഇത് ഹിന്ദുവാണ്. പിന്നെ ദിനകരൻ, ഇംഗ്ലീഷ് അതാണ് നാഷണൽ ഡെയിലി ഹിന്ദുവാണ്. പിന്നെ ദിനകരൻ, ദിനമലർ, ഇങ്ങനെയൊക്കെ പത്രങ്ങളുണ്ട്. ഇതിനൊക്കെ പിന്നിൽ രാഷ്ട്രീയമുണ്ട്. ഇപ്പം ദിനകരൻ DMKയുടെ തന്നെ സൺ ഗ്രൂപ്പിൻ്റെയാണ്. അതെ. പിന്നെ നമ്മുടെ ഹിന്ദുവിനെ കുറിച്ച് പറയുന്നത് ജയശങ്കർ പറയുന്നത് ഇംഗ്ലീഷ് ദേശാഭിമാനി എന്നാണ്. എൻ റാം വന്നതിന് ശേഷം ആ പത്രത്തിൻ്റെ ക്രെഡിബിലിറ്റിയും പോയി, എല്ലാം പോയി. ആ പത്രം തന്നെ നഷ്ടത്തിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ദ ഹിന്ദു. ടൈംസ് ഓഫ് ഇന്ത്യ കയറി വരികയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തമിഴ്നാട്ടിൽ തന്നെ, ചെന്നൈയിൽ തന്നെ ഇവരുടെ സർക്കുലേഷൻ ഒരുപാട് ഇടിഞ്ഞു. അപ്പം ആ ഒരു സ്പേസിലാണ് അണ്ണാമല വരുന്നത്. അണ്ണാമല ഈ പദയാത്ര തുടങ്ങിയപ്പോൾ തമിഴ്നാടിൻ്റെ ഓരോ ഗ്രാമത്തിൽ നിന്ന് ഇത് ആരംഭിക്കുകയാണ്. അവിടെ അദ്ദേഹം ഓരോരുത്തർക്കും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക്, ഒരു റൗണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അണ്ണാമലയുടെ ജനശ്രദ്ധ ആകർഷിക്കാൻ തുടങ്ങി. ഈ പത്രങ്ങളൊന്നും കൊടുത്തില്ലെങ്കിലും ചെന്നൈയിലെ, തമിഴ്നാട്ടിലെ സോഷ്യൽ മീഡിയ ഇത് ആഘോഷിക്കാൻ തുടങ്ങി. അതാണ് ഞാൻ പറഞ്ഞത്, പത്രങ്ങളുടെ സൃഷ്ടിയല്ല, സോഷ്യൽ മീഡിയയുടെ റിയൽ പൾസ് സോഷ്യൽ മീഡിയയിലാണ് റിഫ്ലക്ട് ചെയ്യുന്നത്. അപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് ഇദ്ദേഹത്തിന് ആരാധകർ കൂടി. അവസാനം പത്രദൃശ്യ മാധ്യമങ്ങൾക്ക് അണ്ണാമലയെ എടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ ഇഗ്നോർ ചെയ്യാൻ പറ്റാതായി. അവിടെ നിന്നാണ് അദ്ദേഹം തുടങ്ങുന്നത്. അപ്പോൾ ആദ്യം അദ്ദേഹം കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ DMK കഴിഞ്ഞാൽ മോശമല്ലാത്ത തലത്തിലേക്ക് BJPയെ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ലോക്കൽ ബോഡി ഇലക്ഷൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് AIDMK അപ്പം ഞാൻ പറഞ്ഞു, ഈ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികളെല്ലാം കറപ്റ്റാണ്. അപ്പോൾ കറപ്റ്റാണെന്ന് പറഞ്ഞപ്പോൾ ദ്രാവിഡ രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞാൽ DMKയും കറപ്റ്റാണ്, AIDMKയും കറപ്റ്റാണ്, ADMK കറപ്റ്റാണ്, ജയലളിത കറപ്റ്റാണ് എന്ന് അദ്ദേഹം പറയാൻ തുടങ്ങി. അപ്പം AIDMKയ്ക്ക് അതിൻ്റെ സ്പേസ് ഇല്ലാതെ വന്നു. എന്നപ്പോൾ മുന്നണി സംവിധാനത്തിൽ വിള്ളൽ വന്നു. അവർക്ക് അതിനകത്ത് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നു. അത് അണ്ണാമലയുടെ നല്ലൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജി ആയിരുന്നു. അല്ലെങ്കിൽ എപ്പോഴും ഈ AIDMKയുടെ ഒരു സാറ്റലൈറ്റായിട്ട് നിൽക്കേണ്ട ഗതികേട് BJPക്ക് വരുമായിരുന്നു. അതിൽ നിന്ന് മോചനം നേടുക, സ്വന്തം കാലിൽ നിൽക്കുക എന്നുള്ളതാണ്. BJP എല്ലായിടത്തും അതാണല്ലോ. ഏതെങ്കിലും അവിടുത്തെ നാട്ടിൽ അത്യാവശ്യം കച്ചവടമുള്ള ഒരു പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്ന് മുന്നണി സംവിധാനത്തിലൂടെ കയറി വരും. ഓൺസ് ഫ്ലറിഷ് ആയി കഴിഞ്ഞാൽ പിന്നെ കൂടെ നിൽക്കുന്നവരങ്ങ് തള്ളും. ശിവസേന ബോംബെയിൽ, മഹാരാഷ്ട്ര നോക്കി അതാണല്ലോ സംഭവിച്ചത്. പിന്നെ ഒഡീഷയിൽ നടന്നു, നവീൻ പട്നായിക്കിൻ്റെ പിന്നെ പാർട്ടിയെ തകർത്ത് കളഞ്ഞില്ലേ. അപ്പം അതൊരു പക്ഷേ നവീൻ പട്നായിക് ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ് അത് അവരുടെ ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. അപ്പം അത് കൃത്യമായി അയാളത് അവിടെ ഭംഗിയായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തു. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം ആ ഘട്ടത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നൊരു ഘട്ടം, അതായത് അണ്ണാമലയെ കൊണ്ടുവന്ന ഈ ഒരു പൊളിറ്റിക്സ് അതേ എതിർത്ത ആരാണ്? EV രാമസ്വാമി നായ്ക്കർ. EV രാമസ്വാമി നായ്ക്കരുടെ ചില പ്രതിമകളൊക്കെ ക്ഷേത്രത്തിനടുത്തുള്ളത് മാറ്റണമെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹം നിരീശ്വരവാദിയാണ്. അപ്പോൾ രാമസ്വാമി നായ്ക്കർക്ക് അനുകൂലമായി DMK വന്നപ്പോൾ
DMK-യെക്കുറിച്ച് രാമസ്വാമി നായിക്കര് എഴുതിയ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു, ഇത് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്ന് അണ്ണാദുരൈ ചോദിച്ചു. DMK-യെക്കുറിച്ച് വളരെ മോശമായിട്ടാണ് പറഞ്ഞത്. DMK നേതാക്കന്മാരുടെ ഭാര്യമാരെക്കുറിച്ചൊക്കെയാണ് അദ്ദേഹം പരാമർശിച്ചിരിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാരെ എതിർത്തപ്പോൾ കോൺഗ്രസിനെക്കുറിച്ച് രാമസ്വാമി നായിക്കർ ഇതാണ് പറഞ്ഞത്. അപ്പം ഞാൻ പറഞ്ഞൊരു തമിഴ്നാട് രാഷ്ട്രീയം അക്കാഡമിക്കായിട്ട് മാറുകയാണ്. ഡോക്യുമെന്റ് വെച്ച് സംസാരിക്കുന്നു. അപ്പോൾ പിന്നെ അവരെ രാമസ്വാമി നായിക്കരെ വിട്ടു. അപ്പോൾ രാമസ്വാമി നായിക്കർ എന്ന് പറഞ്ഞ ഒരു വിഗ്രഹത്തിനെ ഭഞ്ജിച്ചിട്ട് വിഗ്രഹഭഞ്ജകനായിട്ടാണ് അണ്ണാമലൈ അങ്ങോട്ട് സംഭവം തുടങ്ങി വന്നത്. അത് വന്നു കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ വന്നു. പാർലമെൻറ്റ് ഇലക്ഷനിൽ കോയമ്പത്തൂരിൽ അണ്ണാമലയെ തോൽപ്പിക്കാൻ അവർ കഴിഞ്ഞു, സത്യമാണ്. പക്ഷെ അതേ കോയമ്പത്തൂരിൽ കമൽഹാസനെ തോൽപ്പിച്ചുകൊണ്ട് വാനതി എന്ന് പറഞ്ഞ ഒരാളവിടെ, കോയമ്പത്തൂർ എന്നാണ് എനിക്ക് തോന്നുന്നത്, ജയിച്ചു വന്ന ആളാണ്. അപ്പം അവിടെ പക്ഷെ അന്ന് ADMK-യുടെ സപ്പോർട്ട് അവർക്കുണ്ടായിരുന്നു. എങ്കിലും അവർ ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോഴത്തേന് 20% വോട്ട് വിഹിതം കൂട്ടിയിട്ടുണ്ട്. പലയിടത്തും പാർലമെന്റിലെ ഇലക്ഷനിൽ 2ാം സ്ഥാനത്ത് ഇവർക്ക് വരാൻ പറ്റി. അതെ. അപ്പം പനീർ സെൽവത്തിൻ്റെ പാർട്ടിയും ഇടപ്പാടിയുടെ പാർട്ടിയും പുറകിലേക്ക് തള്ളപ്പെടുകയും BJP ഫ്രണ്ട് നിലയിലേക്ക് വരികയും ചെയ്തു. ആ സമയത്താണ് ഇപ്പം പിന്നെ വിജയ് രംഗത്ത് വന്നിരിക്കുന്നത്. വിജയ് അദ്ദേഹത്തിന്റെ പാർട്ടി പ്രഖ്യാപിച്ചു. അപ്പോൾ അദ്ദേഹം ഇളയ ദളപതി അദ്ദേഹത്തിന്റെ ഫാൻസ് അസോസിയേഷൻ അങ്ങനെയാണ്. അപ്പോൾ അദ്ദേഹം വന്നു. അപ്പോൾ ഇപ്പം തമിഴ്നാട് രാഷ്ട്രീയം സ്റ്റാലിനെ വളരെ തന്ത്രപൂർവ്വം അദ്ദേഹത്തിൻ്റെ മകൻ ഉദയനിധി സ്റ്റാലിനെ മുഖ്യമന്ത്രിയാക്കാനുള്ള കരുക്കൾ നീക്കുകയാണ്. അതാണ് ഇപ്പം സോഷ്യൽ മീഡിയ ആഘോഷിക്കുന്നത്. അതായത് സ്റ്റാലിൻ പട്ടാഭിഷേകത്തിനുള്ള ഡേറ്റ് കുറിച്ച് കഴിഞ്ഞു. അതായത് തൽക്കാലത്തേക്ക് അദ്ദേഹത്തിന് അറിയാം ഫിസിക്കലി അദ്ദേഹം വീക്കാണ്. ഇന്നല്ലെങ്കിൽ നാളെ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയേണ്ടി വരും. ഒരുപക്ഷെ അദ്ദേഹത്തിന് ആരോഗ്യസ്ഥിതി എന്തെങ്കിലും മോശമായി സംഭവിച്ചാൽ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ പിന്മുറക്കാരനായിട്ട് മകൻ തന്നെ വരണം. പാർട്ടിയിൽ വേറൊരു എതിർചേരി ഇപ്പം തന്നെ ഇല്ല. അത് കുറച്ചുകൂടെ കോൺക്രീറ്റ് ആക്കാൻ വേണ്ടി അദ്ദേഹത്തെ മകനെ ഉപമുഖ്യമന്ത്രിയാക്കാനുള്ള ഡേറ്റ് വരെ ഓൾമോസ്റ്റ് തീരുമാനിച്ചു കഴിഞ്ഞു. എന്നിട്ട് അദ്ദേഹം അമേരിക്കയിലേക്ക് ചികിത്സയ്ക്ക് പോവുകയാണ്. പണ്ട് MGR വിദേശത്ത് ചികിത്സയ്ക്ക് പോയ കാര്യമാണ് ഓർമ്മ വരുന്നത്. അതേ രീതിയിൽ ഇവിടെ എല്ലാം കോൺക്രീറ്റ് ആക്കി വെച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതേസമയം വിജയുടെ പാർട്ടി വരുന്നു. അണ്ണാമലൈ ശക്തമായി മുന്നോട്ട് വന്ന അണ്ണാമലൈ ഇപ്പോൾ കാണുന്നില്ല. അതായത് സ്റ്റാലിൻ പട്ടാഭിഷേകത്തിന് ഡേറ്റ് കുറിച്ചു, അണ്ണാമലൈ എവിടെ? അണ്ണാമലൈ കാണാനില്ല. എവിടെ പോയി? ഇതാണ് ചോദ്യം. എൻ്റെ ഒരു വിശ്വാസം ഈ ആന പുറകോട്ട് പമ്മുന്നത് കുതിച്ചു ചാടാനാണ്. പുലിയും കടുവയും ഒക്കെ അങ്ങനെ. കാരണം അണ്ണാമല ഇപ്പോൾ പുറകോട്ട് നിൽക്കുന്നത് ഒരു കുതിച്ചു ചാട്ടത്തിന് വേണ്ടി തന്നെയാണ്. അണ്ണാമല AIDMK-യുമായിട്ടുള്ള സഖ്യം വേണ്ട എന്ന് വെച്ചപ്പോൾ തമിഴ്നാട്ടിലെ BJP-യിൽ തന്നെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അതിശക്തമായ എതിർപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കൂട്ടിക്കൊണ്ടുപോയാൽ അപകടമാണ് എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ ആ എതിർപ്പ് അദ്ദേഹത്തിന് വന്നു കഴിഞ്ഞപ്പോൾ ഈ വാനതി അടക്കമുള്ള ആളുകൾ, വേറെ പല ആളുകളും അവിടുത്തെ പിന്നെ BJP-യുടെ പഴയ നേതാക്കന്മാർ അണ്ണാമലയ്ക്ക് എതിരായിരുന്നു. ഒരുപാട് പേര് BJP ഈ അണ്ണാമലയുടെ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് അദ്ദേഹത്തെ വിട്ടുപോയിട്ടുണ്ട്. തമിഴ്നാട് BJP ഒരുപാട് പേര് വിട്ടുപോയിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ അണ്ണാമല പിന്നെ അമിത്ഷായെയും അതുപോലെ തന്നെ നരേന്ദ്രമോദിയും നേരിൽ കണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രാറ്റജി എന്താണെന്ന് പറഞ്ഞു. അത് അവർ അംഗീകരിച്ചു. അതനുസരിച്ചാണ് അദ്ദേഹം ഒഴിഞ്ഞേക്കാമെന്ന് പറഞ്ഞു. കാരണം അണ്ണാമലയ്ക്ക് പ്രത്യേകിച്ച് വെസ്റ്റഡ് ഇൻട്രസ്റ്റ് ഒന്നുമില്ല. അദ്ദേഹം പണമുണ്ടാക്കാൻ രാഷ്ട്രീയത്തിൽ വന്നവനല്ല. അതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കാൻ രാഷ്ട്രീയത്തിൽ വന്നവർക്കൊരു തലവേദന സ്വാഭാവികമായിട്ട് സൃഷ്ടിക്കുമല്ലോ. അപ്പോൾ അഴിമതി ഇല്ലാത്ത അണ്ണാമല അപകടകാരിയാണെന്ന് അവർക്കറിയാം. അതാണ് അതിൻ്റെ പ്രശ്നം. അണ്ണാമലയെ മാറ്റണമെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ്. അപ്പോൾ അവിടെ BJP-ക്കാർ തന്നെ അണ്ണാമലയെ മാറണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ തമിഴ്നാട്ടിലെ BJP-യിലെ ഒരു വലിയ വിഭാഗം നേതാക്കന്മാർ അണ്ണാമലയെ ഉപേക്ഷിച്ചു. അണ്ണാമലയെ ജനം ഏറ്റെടുത്തു. അവസാനം അണ്ണാമലയെ ഉപേക്ഷിച്ച BJP നേതാക്കന്മാരെ ജനം ഉപേക്ഷിച്ചു. കാരണം അവർക്കൊന്നും ജനകീയ അടിത്തറയൊന്നുമില്ല. ഇതൊക്കെ കൊണ്ട് കഴിഞ്ഞുകൂടുന്ന ഒരു പറ്റം ആളുകൾ മാത്രമാണ്. അവിടുന്ന് അണ്ണാമല ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം BJP-യെ നല്ല അടിത്തറയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി വളർത്തിയെടുക്കാനുള്ള ശ്രമങ്ങളാണ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിൽ സമയമുണ്ട്. അണ്ണാമല പുറകോട്ട് പോയതല്ല. അണ്ണാമലയ്ക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രിപ്പറേഷൻ സ്പേസും ഉണ്ട്, ഒരു പ്രിപ്പറേഷൻ, അതിനുള്ള കഴിവുമുണ്ട്. അദ്ദേഹം ഹോംവർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണിതെന്നാണ് എൻ്റെ വിശ്വാസം. താങ്കളുടെ പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ അവിടെ ഒരു മറുചോദ്യം. അണ്ണാമലൈ ഒരു മികച്ച നേതാവാണ്, മികച്ച സംഘാടകനാണ്, അദ്ദേഹത്തിന് ഒരു വിഷനുണ്ട്, അദ്ദേഹത്തിന് സ്വാർത്ഥ താല്പര്യങ്ങളില്ല. ഇതെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെയും ഒരു ഒൺമാൻ ഷോ നടത്തിക്കൊണ്ട് അണ്ണാമലയ്ക്ക് എത്രത്തോളം തമിഴ്നാട്ടിൽ BJP-യെ വളർത്താൻ സാധിക്കും? തമിഴ്നാട്ടിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും വളർന്നിട്ടുള്ളത് വൺമാൻ ഷോയിലാണ്. MG രാമചന്ദ്രൻ്റെ വൺമാൻ ഷെയറിന് AIDMK, കരുണാനിധിയുടെ വൺമാൻ ഷെയറിന് DMK, അണ്ണാദുരൈ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു വൺമാൻ ഷോയാണ് അദ്ദേഹം നടത്തിയ രാഷ്ട്രീയ മാറ്റങ്ങളെല്ലാം.
കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ആരുടെ വൺമാൻ ഷോ ആയിരുന്നു? കാമരാജ് നായരുടെ വൺമാൻ ഷോ ആയിരുന്നു. അപ്പോൾ തമിഴ്നാട് രാഷ്ട്രീയം എപ്പോഴും വൺമാൻ ഷോയാണ്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു സംഗതി ഉള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവർക്ക് എല്ലാവർക്കും ഒരു സെൻറ്റിമെൻറ്റ്സ് എപ്പോഴും ഇവരുടെ ഒരു USP എന്ന് പറഞ്ഞൊരു സാധനം, യുണീക്ക് സെല്ലിംഗ് പോയിന്റ് ഉണ്ടാവുമല്ലോ. ഇവർക്ക് എല്ലാവർക്കും ഉന്നയിച്ച നാം തമിഴ്, നമ്മൾ തമിഴ്നാട്ടുകാരാണ്, നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നുള്ളൊരു തമിഴ് ദ്രവീഡിയൻ വികാരം. ഇപ്പം കാമരാജ് ദ്രവീഡിയൻ വികാരം ഉണർത്തിയില്ല, പക്ഷേ എന്നാലും തമിഴൻ എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് അവിടെ ഉണ്ടായിരുന്നു. ദ്രാവിഡ പാർട്ടികളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർ നാം തമിഴർ എന്നുള്ളൊരു കോമൺ സെൻറ്റിമെൻറ്റ്സ് ഉണ്ട്. അണ്ണാമലൈ അത് പറയുന്നുണ്ടെങ്കിലും ഇപ്പോഴും അതൊരു നോർത്ത് ഇന്ത്യൻ പാർട്ടി, അവരെ ബാജക എന്നാണ് തമിഴിൽ അവർ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ബാജക എന്ന് പറഞ്ഞ് മാറ്റി നിർത്തിയിരിക്കുന്ന ആ ഒരു പ്രസ്ഥാനത്തെ മറ്റുള്ളവർക്ക് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ സാധിച്ചതുപോലെ അണ്ണാമലയ്ക്ക് എത്രത്തോളം സാധിക്കുമെന്നുള്ളൊരു ചോദ്യം അവിടെ ഉണ്ടല്ലോ. അതൊരു വെല്ലുവിളിയല്ലേ അദ്ദേഹത്തിന്? അതെ, ആ വെല്ലുവിളിയെ മറികടക്കാൻ നന്നായിട്ട് അണ്ണാമല ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ആ വെല്ലുവിളിയെ മറികടക്കാൻ ഏറ്റവും കൂടുതൽ അവരെ സഹായിക്കുന്നത് നമ്മുടെ സ്പീക്കറുടെ ചേംബറിൽ സ്ഥാപിച്ചിരിക്കുന്ന അധികാരദണ്ഡാണ്. അതൊരു കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ട. പൊളിറ്റിക്കൽ അജണ്ട. കാരണം ചോള രാജാക്കന്മാരുടെ അധികാരദണ്ഡാണ് അവിടെ വെച്ചിരിക്കുന്നത്. രണ്ടാമത്തെ കാര്യം ചില, അതായത് പാർലമെന്റിനകത്ത് തമിഴ്നാടിന്റെ ഒരു അധികാര ചിഹ്നം മോദി സ്ഥാപിച്ചു കഴിഞ്ഞു. തമിഴ്നാട് പിടിക്കാൻ വേണ്ടി തന്നെയാണ്. അതിൻ്റെ പിന്നിൽ തമിഴ്നാടല്ല, തമിഴ്നാട്ടിലൂടെ സൗത്ത് ഇന്ത്യ പിടിക്കാനാണ്. അതുപോലെ തന്നെ തമിഴ്നാട്ടിൽ നിന്നും നേരെ, എനിക്ക് തോന്നുന്നു ചിദംബരമാണെന്നോ, അവിടെ നിന്ന് നേരെ കാശിയിലേക്ക് ഒരു സ്പിരിച്വൽ ഒരു കോറിഡോർ അത് വരികയാണ്. അപ്പം തമിഴും സംസ്കൃതവും അല്ലെങ്കിൽ സൗത്തും നോർത്തും ഒരു പാലം ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ചെറുക വന്ന് ഇന്ത്യയുടെ ഭാഗമാണ് തമിഴ്നാടെന്നും ദ്രവീഡിയൻസ് ദ്രാവിഡന്മാർ മുഴുവൻ ഇന്ത്യയുടെ ഭാഗമാണെന്നും മഹത്തായ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണെന്നും പഴയ തമിഴ് ഭാഷ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രാചീനമായ ഭാഷയാണെന്നും അത് ഇന്ത്യയുടെ പൊതു സ്വത്താണെന്നും കൊണ്ടുവരുന്നതിലേക്കാണ് അണ്ണാമല വളരെ ഘട്ടം ഘട്ടമായിട്ട് മാറുന്നത്. അപ്പം ഒരു ദ്രവീഡിയൻ പൊളിറ്റിക്സിൽ നിന്ന് മാറ്റിയിട്ട് ഒരു ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് തമിഴിനെ മാറ്റാനുള്ള ശ്രമമാണ് അണ്ണാമല നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എനിക്ക് തോന്നുന്നു മോദിയും അതാണ് മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങുന്ന തമിഴ്നാട്ടിൽ നിന്നാണ്. ഇവിടെ നിന്നാണ് അദ്ദേഹം പോയിട്ടാണ് വാരണാസിയിൽ നോമിനേഷൻ കൊടുക്കാനായിട്ട് പോകുന്നത്. അത് കഴിഞ്ഞ് ഇലക്ഷൻ കഴിഞ്ഞതിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പ് ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം നേരെ വന്ന കന്യാകുമാരിയിൽ ധ്യാനം ഇരിക്കാനാണ്. അപ്പോൾ ഈ കന്യാകുമാരി, ഈ രാമേശ്വരം ഇത്തരത്തിലുള്ള ആരാധനാലയങ്ങൾ, ഹൈന്ദവ ആരാധനാലയങ്ങളൊക്കെ ഒരു പൊളിറ്റിക്കൽ ടൂളായി, അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ BJPക്ക് സ്പേസ് ഒരുക്കാൻ വേണ്ടിയിട്ടൊരു സെറ്റ് ഒരുക്കുകയാണ് മോദി, അല്ലയോ? അതെ, തീർച്ചയായിട്ടും. മോഡി തമിഴ്നാട്ടിൽ വന്നപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഒരു വാചകം പറഞ്ഞു, എന്തുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടായിക്കൂടാ? പ്രസിദ്ധിച്ച് കാണുമെന്ന് വിചാരിക്കുന്നു. തമിഴ്നാട്ടിൽ നിന്നുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി ഇന്ത്യക്ക് ഉണ്ടായിക്കൂടാ എന്ന് ചോദിച്ചു. എന്ന് പറഞ്ഞാൽ അണ്ണാമല അദ്ദേഹത്തിന് അത്രമാത്രം പ്രത്യാശ ഉണർത്തിയ ഒരു രാഷ്ട്രീയ നേതാവാണ്. കൃത്യമാണ് അണ്ണാമലയുടെ സ്ട്രാറ്റജി, വളരെ ക്ലിയർ ആണ്. അദ്ദേഹത്തിൻ്റെ പോയിന്റ് ക്ലിയർ ആണ്. പക്ഷേ അത് പോസിബിൾ ആണോ? ഇത് ഇമ്പോസിബിളായ കാര്യങ്ങളെ പോസിബിൾ ആക്കുന്നവനല്ലേ നേതാവ്? കാരണം പോസിബിളായൊരു കാര്യം ആർക്ക് വേണമെങ്കിലും ചെയ്യാം. അസാധ്യമായ കാര്യം സാധ്യമാക്കാൻ കഴിയുന്നവനാണ് യഥാർത്ഥത്തിൽ നേതാവ് എന്ന് പറയുന്നത്. അപ്പോൾ തമിഴ്നാട്ടിലെ അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഉദയനിധി സ്റ്റാലിൻ, വിജയ്, അതുപോലെ തന്നെ അണ്ണാമല, മൂന്ന് ധ്രുവങ്ങളായിട്ട് ഇലക്ഷൻ നേരിടും. സിനിമയിലെ വലിയ ഉലകനായകൻ എന്ന് പറഞ്ഞു വന്ന കമലഹാസന് 8 നിലയിലല്ലേ പൊട്ടിപ്പോയത്? കമലഹാസൻ എന്ത് അംഗീകാരമാണ് അവിടെ ഉള്ളത്? പക്ഷേ അവിടെ കമലഹാസന് പറ്റിയൊരു പാളിച്ച, ജാതിയില്ല എന്ന് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ പാളിച്ചയായിട്ട് മനസ്സിലാക്കുന്നത്. തമിഴ്നാടിൻ്റെ നിലനിൽപ്പ് തന്നെ ജാതിയാണ്. ജാതി വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ കേരളമൊന്നും അല്ല. തമിഴ്നാടുമായി ഓരോ നൂലിഴയിലും ജാതിയുണ്ട് അവിടെ. അങ്ങനെ ഒരു സൊസൈറ്റിയിലേക്ക് ഇവിടെ ജാതിയില്ല എന്നുള്ളൊരു കോൺസെപ്റ്റുമായിട്ട് വന്നത് അദ്ദേഹം ചെയ്തൊരു രാഷ്ട്രീയ മണ്ടത്തരമാണെന്ന് വിമർശകർ പറയുന്നുണ്ട്. അതാണ് അദ്ദേഹത്തിന് പാളിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എൻ്റെ സബ്ജക്റ്റീവായ നിരീക്ഷണമാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ BJPയിലേക്ക് വരുമ്പോൾ അതല്ല സ്ഥിതി. ഇവരെല്ലാവരും ജാതിയുടെ പ്രയോക്താക്കൾ തന്നെയാണ്. ജാതിയും മതമൊക്കെ നോക്കിയിട്ട് തന്നെയാണ് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നത്. അത്തരം സാഹചര്യമെല്ലാം ഉണ്ട്. ഇതിൽ ആര് നേടും എന്നുള്ളതാണ് ഇതിലെ വിഷയം. BJP താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ AIADMK ഓൾമോസ്റ്റ് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും എന്നുള്ളൊരു അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു. സ്റ്റാലിൻ ഒരു അധികാര കൈമാറ്റത്തിലേക്ക് പോകുമ്പോൾ സ്റ്റാലിനോളം കരിസ്മാറ്റിക് ആയിട്ടുള്ള ഒരു ലീഡർ അല്ല തൻ്റെ മകൻ. പക്ഷേ അതേസമയം വിജയ് കരിസ്മാറ്റിക് ആയിട്ടുള്ള ലീഡറാണ്, സിനിമാ താരമാണ്, അദ്ദേഹത്തിന് രസികർ മன்றമുണ്ട്, MGR ഉണ്ടായിരുന്നത് പോലെ. പകരം ഒരു ബദലായി പിന്നെ വരുന്നത് അണ്ണാമലയാണ്. പക്ഷേ അദ്ദേഹത്തിന് എത്രത്തോളം പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ ഒരു ചോദ്യമായിട്ട് ഇപ്പോഴും നിൽക്കുന്നത്. അതിനകത്ത് MG രാമേന്ദ്രൻ്റെ കാലഘട്ടത്തിൽ തന്നെ MG രാമേന്ദ്രൻ്റെ ഒരു പോപ്പുലാരിറ്റി കണ്ട് ശിവാജി ഗണേശൻ്റെ പാർട്ടി സ്ഥാപിച്ചു. അദ്ദേഹം സിനിമ ആ ഇമേജ് വെച്ചുകൊണ്ടിറങ്ങി. ശിവാജി ഗണേശന് പോലും ജയിക്കാൻ പറ്റിയില്ല. അത് കോൺഗ്രസിനോടൊക്കെ ചേർന്ന് പിന്നീടാണ് അദ്ദേഹം പാർട്ടി ഉണ്ടാക്കി പരാജയപ്പെട്ടതിന് ശേഷമാണ് ശിവാജി ഗണേശൻ കോൺഗ്രസ് ചെയ്യുന്നത്. പിന്നെ അത് ഉപേക്ഷിച്ചു. രണ്ടാമത് വന്നത് പ്രമുഖനായ മറ്റൊരു ഫിലിം സ്റ്റാർ ഉണ്ടല്ലോ,
സീമാനാണോ? സീമാൻ അല്ല, വിജയകാന്ത് വന്നത്. വിജയകാന്ത് സീമാനല്ല, സീമാൻ ഡയറക്ടറാണ് അദ്ദേഹം. പക്ഷെ അവര് വേറൊരു ലൈൻ സമാന്തരമായി പോകുന്നുണ്ട്. പറഞ്ഞു. അതൊരു സീമാൻ വേറൊരു തലത്തിലാണ് പോകുന്നത്. അപ്പം ഈ വിജയകാന്ത് വന്ന് ADMKയുമായിട്ടൊരു അലയൻസ് ഉണ്ടാക്കി. വിജയകാന്ത് കുറച്ച് സീറ്റുകളൊക്കെ കരസ്ഥമാക്കി. വിജയകാന്ത് അവിടുത്തെ പ്രതിപക്ഷ നേതാവായി. അതെ, തമിഴ്നാട്ടിലെ. അത് വിജയകാന്തിന് നേടിയ ഒരു നേട്ടം. അതോടുകൂടി വിജയകാന്തിനോടുകൂടി ഏതാണ്ട് തമിഴ്നാട് സിനിമാ രാഷ്ട്രീയത്തിനൊക്കെ ഒരു അന്ത്യം കുറിച്ചു. ഇപ്പം വിജയ് വന്നു. വിജയുടെ ഈ രസികർ മണ്ഡലത്തിന് എത്രമാത്രം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഇലക്ഷൻ വരെ നമ്മൾ കാത്തിരുന്നെങ്കിലേ കാണാൻ പറ്റുള്ളൂ. ഭയങ്കര വിഷനോട് കൂടിയാണ് കേട്ടോ പോകുന്നത്. അതായത് ഇപ്പോൾ IAS ഉദ്യോഗസ്ഥരെ IPS ഉദ്യോഗസ്ഥരെയൊക്കെ പ്രത്യേകം വിളിക്കണം. തമിഴ്നാടിൻ്റെ പോളിസി നിശ്ചയിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം അക്കാഡമിഷ്യൻസിനെയൊക്കെ വിളിച്ചു വരുത്തി അവരെയൊക്കെ കേൾക്കുന്നുണ്ട്, അവരെയൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഔട്ട്കം എന്താവും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടതാണ്. പക്ഷേ എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അല്ലാതെ അതുകൊണ്ട് നമുക്ക് പൊളിറ്റിക്സിനെ കൃത്യമായിട്ട് വിലയിരുത്താൻ പറ്റില്ല. അന്വേഷണം എന്താണെന്നറിയാം, കേരളത്തിൽ വലിയ പ്രതീക്ഷ ഉണ്ടായിക്കൊണ്ടെന്നുള്ളല്ലേ 2020. അദ്ദേഹം ഒരു IASകാരനെ തന്നെയല്ലേ അദ്ദേഹത്തിൻ്റെ പാർട്ടി നമ്മുടെ ആം ആദ്മി പാർട്ടിയുടെ നേതാവായി. അവരുമായിട്ടാണല്ലോ സാബു അലയൻസ് ഉണ്ടാക്കിയത്. സാബുവിൻ്റെ പഞ്ചായത്തുകളൊക്കെ കാണിച്ചു. വലിയ തോതിൽ 2020യും ആം ആദ്മി പാർട്ടിയും കേരളം പിടിച്ചടക്കും എന്നുള്ള നിലയിൽ പ്രചരണങ്ങളും തന്നു. അവസാനം വന്ന എന്താണ്, ചാലക്കുടിയിലെ തെരഞ്ഞെടുപ്പിൽ എന്തോ പറ്റി? ഒന്നും ആയില്ല. അതായത് BD ജേസനായിരുന്നു അവിടെ മണ്ഡലം മത്സരിക്കാൻ കൊടുത്തത്. അവരുടെ പുറകെ പോയില്ലേ 2020. അപ്പം ഈ വലിയ പ്രിപ്പറേഷൻ, ഈ ബഹളങ്ങൾ, ഇതൊന്നും രാഷ്ട്രീയത്തിൽ എത്രമാത്രം ഫലപ്രദമാകുന്നതിൻ്റെ ഇലക്ഷൻ കഴിഞ്ഞ് നമുക്ക് പറയാൻ പറ്റും. ആകുമെന്നും പറയാൻ പറ്റില്ല, അല്ലെന്നും പറയാൻ പറ്റില്ല. എങ്കിലും അതൊരു തിരഞ്ഞെടുപ്പ് കഴിയാമെന്ന് നമുക്കത് പറയാൻ പറ്റില്ല എന്നുള്ള വാസ്തവം. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞത്, തമിഴ്നാട്ടിലെ വലിയ ബഹളത്തിലാണ് കമൽഹാസൻ തുടങ്ങിയത്. കമൽഹാസൻ യാത്ര ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ സ്വീകരിക്കാനും വലിയൊരു ജനക്കൂട്ടം തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ വോട്ടായിട്ട് മാറിയില്ല. തന്നെയല്ല, ഇപ്പം രാജ്യസഭയിലെങ്ങാനും സ്റ്റാലിനെ മണിയടിച്ചെത്താനാണ് കമൽഹാസൻ. അത് ഏകദേശം തീരുമാനമായി, ധാരണയായിട്ടുണ്ട്. അവർക്കിടയിൽ മുന്നണി സംവിധാനം തന്നെ അതിൻ്റെ ധാരണയുടെ അടിസ്ഥാനത്തിൽ നിന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതൊക്കെ അംഗീകരിക്കുമ്പോൾ, അണ്ണാമലയുടെ പ്ലാനും പദ്ധതികളെല്ലാം അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു കരിസ്മാറ്റിക് ലീഡർ എന്നുള്ള രീതിയിൽ എത്രത്തോളം അണ്ണാമലയെ നമുക്ക് വിലയിരുത്താൻ സാധിക്കും? ഇപ്പോൾ തമിഴ്നാട്ടിൽ BJPക്ക് തന്നെ സുബ്രഹ്മണ്യ സ്വാമി അല്ലെങ്കിൽ നിർമ്മല സീതാരാമനെ പോലെയുള്ള നേതാക്കന്മാർ, ഒരുപാട് ദേശീയ നേതാക്കന്മാർ തന്നെ ഉണ്ട്. അവരൊക്കെ പലരും എഡ്യൂക്കേറ്റഡ് ആണ്, നന്നായി സംസാരിക്കുകയും വിഷനൊക്കെയുള്ള ആൾക്കാരാണ്, പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. പക്ഷേ അവർക്കാർക്കും അവരാരെയും BJP ഉയർത്താത്തതിൻ്റെ കാര്യം അവരൊരു കരിസ്മാറ്റിക് ലീഡർ അല്ല എന്നുള്ള ഒരു വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അണ്ണാമലയിലേക്ക് വന്നാൽ നിർമ്മല സീതാരാമൻ ഇല്ലാത്ത എന്ത് കരിസ്മയാണ് അണ്ണാമലയ്ക്കുള്ളത് എന്നൊരു ചോദ്യം പ്രസക്തമല്ലേ? താങ്കൾക്ക് എന്ത് തോന്നുന്നു? അതായത് നിർമ്മല സീതാരാമന് കുറച്ചുകൂടെ അക്കാഡമിക്കായിട്ട് കാര്യങ്ങൾ കാണുന്ന ഒരാളാണ്. നിർമ്മല സീതാരാമൻ ഒരിക്കലും തമിഴ്നാട്ടിലെ ഒരു പോപ്പുലർ നേതാവല്ല. സുബ്രഹ്മണ്യ സ്വാമി തമിഴ്നാടുകാരനാണെന്നുള്ളൂ. അദ്ദേഹത്തിൻ്റെ തട്ടകം തന്നെ ദില്ലിയാണ്. അദ്ദേഹം ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ. അദ്ദേഹം വേറെ തലത്തിലാണ്, ജന്മം കൊണ്ട് തമിഴൻ, അത്രയേ ഉള്ളൂ. അദ്ദേഹം തമിഴ്നാട്ടിലെ ലോക്കൽ പൊളിറ്റിക്സിലേക്ക് ഒരിക്കൽ പോലും സുബ്രഹ്മണ്യ സ്വാമി പോയിട്ടില്ല. നിർമ്മല സീതാരാമൻ JNUവിൽ പഠിച്ചു. അതിനുശേഷം അവർ BJP വന്നു. അങ്ങനെ അങ്ങ് പോയി എന്നുള്ളതല്ലാതെ. അതാണ് ഞാൻ പറഞ്ഞത്, അണ്ണാമലയുടെ തുടക്കം ഞാൻ എൻ മണ്ണ് എൻ നാട് എന്ന് കൊണ്ട് തുടങ്ങുകയാണ്. അപ്പോൾ എൻ്റെ മണ്ണിൽ നിന്ന് ആണ് അണ്ണാമല രാഷ്ട്രീയം സൃഷ്ടിക്കാൻ പോകുന്നത്. ഇവിടെ വരുമ്പോൾ ഈ ഒരു ബ്രോയിലർ ചിക്കനെ പോലെ വളർന്ന ആളാണ് ഉദയനിധി സ്റ്റാലിന്. അയാളെ കൊണ്ടൊന്നും തമിഴ്നാട് കൊണ്ടുപോകാൻ ഒപ്പില്ല. അപക്വാനായും ഇമ്മച്ചുറായ ഒരു ചെറുപ്പക്കാരനാണ്. അയാളൊക്കെ തമിഴ്നാട്ടിൽ വന്നാൽ എത്ര ദിവസം അധികാരത്തിലിരിക്കുമെന്ന് പോലും എനിക്ക് പറയാൻ പറ്റില്ല. DMKക്കാർ തന്നെ അവസാനം പറയില്ല, വേണ്ടെന്ന് പറയും. അയാളൊന്നും പിടിച്ച് നിൽക്കില്ല, അതിനുള്ള സ്റ്റാഫ് അയക്കില്ല. അപ്പം സ്റ്റാലിനെ മകനെ വലുതായിട്ട് തോന്നിക്കാം, അവിടെ കൊണ്ടിരുത്താം. കസേരയിൽ ഇരുത്താൻ സ്റ്റാലിന് പറ്റും. സ്ഥിരമായി അവിടെ ഇരിക്കണോ വേണ്ട ജനമല്ലേ തീരുമാനിക്കുന്നത്, സ്റ്റാലിൻ അല്ലല്ലോ തീരുമാനിക്കുന്നത്. അല്ല, വിജയുടെ തന്നെ ഒരു പൊതുവേദിയിൽ അദ്ദേഹം ഈ ഉദയനിധിയെ പരിഹസിക്കുന്നുണ്ട്. ഞാൻ കൊച്ചുകുട്ടികൾ അപ്പൻ്റെ ഷർട്ട് എടുത്തിടും, എന്നിട്ട് പറയും അപ്പൻ സട്ടായി എന്ന് പറയും. ഇത് ശരിക്കും ഉദയനിധിക്കുള്ള ഒരു കുത്താണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് അവന് ഫിറ്റല്ല, ആ കുപ്പായം അവന് ഫിറ്റല്ല, അത് അപ്പനും അറിയാം മകനും അറിയാം. പക്ഷേ അപ്പൻ്റെ ഷർട്ട് ആയതുകൊണ്ട് അവനത് കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. അത് കൃത്യമായൊരു മെസ്സേജാണ്. തമിഴ്നാട്ടിൽ വരുന്ന രാഷ്ട്രീയ മാറ്റത്തെ ഇൻഡയറക്ട്ലി വിജയ് പരിഹസിക്കുകയാണ് ചെയ്തത്. അവിടാണ് അണ്ണാമലയുടെ പ്രസക്തി. അതായത് അടുത്ത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ADMKക്ക് 2 ADMK ഉണ്ട്. അവർക്ക് രണ്ടുപേർക്കും ഒരു ഓപ്ഷന് DMKയുടെ പോവുക. അപ്പം ഉദയനിധി സ്റ്റാലിൻ ഒരു ഭാഗത്തും മറുഭാഗത്ത് വിജയും, മൂന്നാമതൊരു ഭാഗത്ത് അണ്ണാമലയും ശക്തമായി ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയാൽ അവിടെയാണ് BJPയുടെ പ്രസക്തി വരാൻ പോകുന്നത്. ഇനി ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ BJP ഇടയ്ക്ക് വെച്ചൊരു സ്ട്രാറ്റജി വെച്ചിട്ടുണ്ടായിരുന്നു, തമിഴ്നാടിനെ രണ്ടായിട്ട് വിഭജിക്കുക. അതായത് കുങ്കുനാട് എന്ന് പറഞ്ഞിട്ടൊരു കോൺസെപ്റ്റ് അവർ വന്നു. അതായത് സേലം, കൃഷ്ണഗിരി, ധർമ്മപുരി എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ പശ്ചിമ ഭാഗത്തുള്ള ജില്ലകളെല്ലാം ചേർത്തുകൊണ്ടൊരു സംസ്ഥാനം.
അതായത് അവിടെ ADMKക്കോ ഒരു പരിധി വരെ കോയമ്പത്തൂർ ഉൾപ്പെടുന്ന പ്രദേശങ്ങളൊക്കെ BJPക്കോ അത്യാവശ്യം വേരോട്ടമുള്ള ഒരു സ്പേസാണ്. ആ ഭാഗത്തെ അടർത്തി മാറ്റിക്കൊണ്ട് കോയമ്പത്തൂരിനെ ആസ്ഥാനമാക്കിക്കൊണ്ടൊരു പുതിയൊരു സംസ്ഥാനം വരുന്നു. ബാക്കി ഭാഗങ്ങളെല്ലാം കിഴക്കൻ ഈ കോസ്റ്റൽ ഏരിയ എല്ലാം ഉൾപ്പെടുന്ന മറ്റു ഭാഗങ്ങളെല്ലാം ചേർത്തുകൊണ്ട് തമിഴ്നാട് ആസ് ഇറ്റ് ഈസ് നിലനിർത്തുന്നു. തമിഴ്നാട്, കുങ്കുനാട് 2 സംസ്ഥാനങ്ങൾ എന്നുള്ളൊരു ഫോർമുല അവർ വെച്ചായിരുന്നു. അതൊരു ചെറിയൊരു ഡോസ് ഇട്ടതാണ്. പക്ഷേ തുടക്കത്തിൽ ചീറ്റിപ്പോയി. പണ്ട് ആന്ധ്രാപ്രദേശിൽ ഇതേ പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരുമിക്കണമെന്ന് പറഞ്ഞ് ഒരുമിച്ചു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ വികസനത്തിൻ്റെ പേരിൽ വിഭജിച്ചാലേ നിലനിൽക്കാൻ പറ്റൂ എന്ന് ചിലർ തീരുമാനിച്ചപ്പോൾ അവിടെ വിഭജനം വന്ന് വിഭജിച്ചു. ഇപ്പോൾ വിഭജിച്ചവർക്ക് ഒരു നേട്ടവും കിട്ടിയില്ലെങ്കിലും 2 സംസ്ഥാനമാണ്. ഇപ്പോൾ തെലങ്കാനയും ആന്ധ്രാപ്രദേശ് 2 സംസ്ഥാനമാണ്. തമിഴ്നാട്ടിൽ അത്തരത്തിലൊരു വിഭജനത്തിനുള്ള സ്പേസ് കാണുന്നുണ്ടോ? അല്ലാതെ തമിഴ്നാട്ടിൽ ഇപ്പം തന്നെ നിയമപരമായിട്ട് തന്നെ സുപ്രീം കോടതി വിധി അനുസരിച്ച് സ്റ്റേറ്റുകളെ വിഭജിക്കാനുള്ള അവകാശം കേന്ദ്രത്തിനുണ്ട്. അത് അംഗീകരിച്ചു കൊടുത്തു കഴിഞ്ഞ കേസാണത്. 2, DMK ഗവൺമെൻറ്, അതായത് BJP ഗവൺമെൻറ് വളരെ ജെന്യുവിനായിട്ടാണ് ഈ കൊങ്കനാടിനെ കുറിച്ച് പറയുന്നതെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് സ്റ്റാലിനെ വെടിട്ടാൻ ഉപയോഗിക്കുന്നൊരു ആയുധം മാത്രമാണ്, ഒരടവ് മാത്രമാണ്. തമിഴ്നാടിനെ ആസ് ഇറ്റ് ഈസ് ഇങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് തമിഴ്നാട് പിടിച്ചെടുക്കാനായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അതിനുള്ള ശ്രമങ്ങളായിരിക്കും അവർ നടത്തുന്നത്. അതിന് കൊങ്കനാടൊന്നും വരാതെ തന്നെ തമിഴ്നാട്ടിൽ BJPക്ക് അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ, അധികാരം ഒറ്റയ്ക്ക് പിടിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള കാര്യം ഞാൻ പറയുന്നില്ല. സാന്നിധ്യം ഉറപ്പിച്ചെടുക്കാൻ തീർച്ചയായിട്ടും അനുകൂലമായ സാഹചര്യം വരുന്നതിൻ്റെ കാര്യം ഒന്ന്, ഈ സ്റ്റാലിൻ മാറുന്നു, ഉദയനിധി സ്റ്റാലിൻ പോകുന്നതോടുകൂടി ആ ഒരു കരിസ്മാറ്റിക് ലീഡർ ഇല്ല, പകരക്കാരനില്ല. പകരം ഉദയനിധി ദുർബലനാണ്, ജനസ്വാധീനമില്ല. അപ്പോൾ ദുർബലമായ ഒരു നേതൃത്വത്തിലേക്ക് DMK മാറും. അതാണ് ഒന്ന്. ADMK ഓൾമോസ്റ്റ് അടിച്ച് പിരിഞ്ഞ് ഇല്ലാതായി, നാമാവശേഷമായി. ജയലളിതയ്ക്ക് ശേഷം അവിടെ വേറെ നേതാക്കന്മാരില്ല. പിന്നെയുള്ളത് BJP ആണ്. ദെൻ BJP വേഴ്സസ് വിജയ്. ഈ ഒരു പുതിയ ഫോർമുല വരുമെന്നാണ് താങ്കൾ പറയുന്നത്? വരാൻ സാധ്യത. അതായത് ആദ്യം ത്രികോണ മത്സരമേ വരത്തുള്ളൂ. വിജയ് എന്ന് പറയുന്നത് വിജയ്ക്ക് ഒരു ഫിലോസഫി ഒന്നുമില്ല. വിജയ് വിളിച്ച ആളുകളോട് ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി വേണ്ട ഒരു പാർട്ടിക്ക്. 2020ക്ക് പറ്റിയതും അതാണ്. അവർക്കൊരു പൊളിറ്റിക്കൽ ഫിലോസഫി ജനങ്ങളുടെ മുന്നേ വയ്ക്കാനില്ല. എന്താണ് ഒരു പൊളിറ്റിക്കൽ ഫിലോസഫി? ഇടതുപക്ഷത്തിനും UDFനും ഒക്കെ പൊളിറ്റിക്കൽ ഫിലോസഫി ഉണ്ട്. ഇവർക്കൊരു പൊളിറ്റിക്കൽ ഫിലോസഫി ഇല്ല. ആകപ്പാടെ കല്ലമ്പലത്തെ പഞ്ചായത്തിലെ തെരഞ്ഞെടുപ്പിനല്ലാതെ വേറെ ഒന്നും, കിഴക്കമ്പലത്തെ പിന്നെ തെരഞ്ഞെടുപ്പ് ഫലം അല്ലെങ്കിൽ അവിടുത്തെ ചില വികസനം നല്ല വികസനം തന്നെയാണ്. കിഴക്കമ്പലത്ത് ഞാൻ പോയിട്ടുണ്ട്, വളരെ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതിനപ്പുറത്തേക്ക് ഒരു അജണ്ട ഇല്ല. അപ്പോൾ അതിനൊരു പ്രോപ്പറായിട്ടൊരു പൊളിറ്റിക്കൽ ലീഡറും ഇല്ല, ഒരു പൊളിറ്റിക്കൽ അജണ്ടയില്ല. വിജയെ സംബന്ധിച്ചിടത്തോളം വിജയ് ആ സിനിമാ താരത്തിൻ്റെ ഒരു പരിവേഷത്തിലാണ് നിൽക്കുന്നത്. തമിഴ്നാട് വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ യുവജനം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ ജീവിക്കുന്നത്. അവർ പുറത്ത് വരുന്നവർക്കൊക്കെ ഇവിടെ പിന്നെ തമിഴ്നാട്ടിൽ ജീവിക്കണം, പുതിയ പുതിയ വ്യവസായങ്ങൾ വരണം, അവർക്ക് തന്നെ ജോലി വേണം. അങ്ങനെയൊക്കെ വരുമ്പോഴേ കേന്ദ്രവുമായിട്ട് ചേർന്ന് നിൽക്കുന്നതായിരിക്കും നല്ലത് എന്ന തോന്നൽ അവർക്ക് വന്നുകൂടാന്നില്ല. അതുപോലെ തന്നെ വളരെ കരിസ്മാറ്റിക് ആയിട്ടുള്ള മോദിയെ പോലെയുള്ള ഒരു പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം, അദ്ദേഹത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു ശക്തമായ സപ്പോർട്ട് തമിഴ്നാട്ടിലെ BJPക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം വിജയെ സംബന്ധിച്ചിടത്തോളം വളരെ പോപ്പുലറായ ഒരു ആക്ടറാണ് അദ്ദേഹം. ഭംഗിയായിട്ട് രാഷ്ട്രീയം സംസാരിക്കാൻ വിജയ്ക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, കുഞ്ഞ് അച്ഛൻ്റെ ഉടുപ്പിട്ടിട്ട് ഞാൻ അപ്പാവാന്ന് പറയുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ ക്ലിയർ അല്ലേ? ക്ലിയർ മെസ്സേജാണ്. അതുപോലെ തന്നെ ആ കറപ്ഷനാണ്. അദ്ദേഹം തൻ്റെ സിനിമാ ഡയലോഗുകളിലൂടെ BJPയും കടന്ന് ആക്രമിക്കുന്നു. അപ്പോൾ അത് വരുമ്പോൾ, അങ്ങനെ വരുമ്പോൾ ശക്തമായൊരു ത്രികോണ മത്സരത്തിലേക്ക് തമിഴ്നാട് ചെല്ലും. ആ ത്രികോണ മത്സരത്തിൽ എങ്ങനെയായിരിക്കും, ഒരു ഹാങ് അസംബ്ലിയാണോ ഉണ്ടാകുന്നത്, അതോ ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ഭൂരിപക്ഷം കിട്ടുമോ? അതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണ്ട. എന്തായാലും ശരി, അണ്ണാമല എന്ന് പറയുന്ന നേതാവിൻ്റെ കീഴിൽ BJPയെ സംബന്ധിച്ചിടത്തോളം അത് ശക്തമായ അടിത്തറ തമിഴ്നാട്ടിൽ ഉറപ്പിച്ചു കഴിഞ്ഞു. അതിന് സംശയിക്കേണ്ട കാര്യമില്ല. പോയിന്റ് ക്ലിയർ ആണ്. ഏതായാലും സ്റ്റാലിൻ വിദേശത്തേക്ക് പോകാൻ തീരുമാനിച്ചു ചികിത്സയ്ക്ക്. മകൻ അധികം വൈകാതെ പട്ടാഭിഷേകത്തിന് തയ്യാറായിരിക്കുന്നു. വിജയ് നയരൂപീകരണത്തിന് വേണ്ടിയിട്ട് IAS IPS വിളിച്ചിട്ടുണ്ട്. അവിടെ ചിലപ്പോൾ ഈ താങ്കൾ പറഞ്ഞ ഒരു ഫിലോസഫി വരും എന്ന് നമുക്ക് പ്രത്യാശിക്കാം. പിന്നെ കാണേണ്ടത് അണ്ണാമലയുടെ കളി എന്താണ്, അണ്ണാമലൈ ആവനാഴിയിൽ എന്താണ് ശേഷിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളത് കാത്തിരുന്ന് കാണാം. നന്ദി.